എന്റെ ഫിയാൻസെ കോട്ടക്കൽ നെസ്റ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ വരുന്ന 18 ആളെ ബർത്ത്ഡേ ആണ്. ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ? ഒന്നും നോക്കില്ല, നമ്മള് നേരെ കേക്കാണ് വിട്ടുടാ. സമയം 12:08 ആയതുകൊണ്ട് ഞാൻ അൽസാദക്ക് മുന്നേ തന്നെ വിളിച്ചാണ് ഒരു കേക്ക് അവിടെ വെക്കുന്നത്. അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. അടിയിലെത്തിപ്പാട് നമുക്ക് കേക്കൊക്കെ പാക്കാക്കി ചെയ്യും. ഏതായാലും വരും നേരെ പോവാ കോട്ടക്കൽ നെസ്റ്റോക്ക്. കേക്ക് നേരെ വണ്ടിയുടെ മുന്നിൽ വെച്ചാൽ ഞങ്ങൾ നേരെ ചെന്ന് മൂപ്പര മുന്നിൽ എന്താ വെടക്കണ ചോദിച്ചിട്ട് മൂപ്പര് തിരിഞ്ഞ പാട് നമ്മളെ കേക്ക് എടുത്താണ് മുന്നിൽ കടിച്ചാടി. മൂപ്പര് ഈ കേക്ക് ഉണ്ടോ ചോദിച്ചു, പ്രാങ്കാണോ ചോദിച്ചു. ഏതായാലും കേക്ക് മുറിച്ചിലാണ് തുടങ്ങി. ഏതായാലും ഞാൻ മുന്നിൽ പോയി തൊള്ളാട്ടിക്കട്ടെ, അപ്പൊ വലിയ കണ്ടം കിട്ടും. ഞാൻ വള്ള നാർന്നാലും ധാർവാടിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോരൊക്കെ ഇന്ത്യ കണ്ടുകൊണ്ട് അജ്മലും വലിയ മെയിൻ ആയിട്ട് തൊള്ളാട്ടി. പക്ഷെ അജ്മലാകെ ചെറിയ കണ്ടം കിട്ടിയിട്ടുള്ള പോലെ പിന്നെയും കൊടുക്കുന്നുണ്ട്. അത് മുണുങ്ങ് ഏതായാലും വരും. നമുക്ക് നല്ല വെളിച്ചുള്ള സ്ഥലത്തേക്കാണ് പോവാം. ഞാൻ പിന്നെ കേക്കിന്റെ പിന്നാലെ വിടും. മറ്റേ കുറുക്കൻ ചത്തല് കണ്ണ് കോയിക്കൂടെ എന്റെ കണ്ണ് മൊത്തം കേൾക്കുമല്ലോ. അങ്ങനെ പക്കോട്ടി നമ്മൾ 2-3 ചെക്കന്മാർ ആരെ ബർത്ത്ഡേ വെച്ച് മാറി ഇന്ത്യതാ നേരെ ഇൻകണ്ട് കഴിയിട്ടേ. എന്തൊരിതാ ഇങ്ങനെണ്ടോരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടെ. ഞാൻ പറഞ്ഞ അജ്മലിന്റെ ബർത്ത്ഡേ എന്താണ് ഓനും കൂടി കൈ കൊടുത്ത ആള് പറഞ്ഞു. അല്ലെങ്കിൽ അജ്മൽ ഇപ്പൊ യൂണിവേഴ്സ് കയറി. ഭാഗ്യമാണ്. ഇതുപോലെ എനിക്കും നല്ലൊരു ഗേൾ ഫ്രണ്ട്. കിളി പോയ മാതിരി ഗസാലി വരുന്നുണ്ട്. ഗസാലി പറഞ്ഞ ആരെ ബർത്ത്ഡേ വെച്ച് ഞാൻ പറഞ്ഞു ഇന്റെ ബർത്ത്ഡേ പിന്നെ ഒരു കേക്ക് കണ്ട പിന്നെയും കിട്ടിയതാ. അതല്ല ഇന്റേതാണ് ബർത്ത്ഡേ. ഇവന്റെ ബർത്ത്ഡേ ആണ്. ഇന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ കേക്ക് അവാർഡ് ഷാഹിദിന് തന്നെ, വേറെ ആർക്കും ഇല്ല. അപ്പൊ ഓക്കെ എന്നാ നിങ്ങൾ ഇതിമ്മ കടിച്ച് ക്യാമറ